1290 റേഞ്ചിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയുടെ കളക്ഷൻ ആട്ടോ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അതും നല്ലൊരു നെറ്റ് കോട്ടൺ ഫാബ്രിക്കിൽ ഇതുപോലെ ത്രെഡ് വർക്ക്, ബോർഡർ ഫുള്ള് ത്രെഡ് വർക്ക് കൊടുത്ത് അതുപോലെ ക്രോഷ്യ ലേസ് ഫിനിഷിങ് കൊടുത്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സാരിയുടെ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഓരോ ഷെയ്ഡ്സും നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡ് ആട്ടോ, ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് ആണ്. ഇതുപോലെ സെൽഫ് ത്രെഡ്സ് ആണ് നമ്മളിതിൽ എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നത്. സെൽഫ് ത്രെഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്കിന്റെ ഇവിടെയും ഫ്ലീറ്റ്സിന്റെ ഇവിടെയും അതുപോലെ താഴെ ബോർഡർ പോർഷനിലും എല്ലാം നമുക്ക് ത്രെഡ് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. കൂടാതെ ഇതിന്റെ പല്ലു പോർഷനിലും ഇതുപോലെ ഹെവി ആയിട്ട് ത്രെഡ് എംബ്രോയിഡറി വന്നിട്ടുണ്ട്. ബ്ലൗസ് പീസ് നോക്കുവാണെങ്കിൽ തന്നെ ബ്ലൗസ് പീസിലും ഫുള്ളി ഷാറ്റേർഡ് ആയിട്ട് ത്രെഡ് എംബ്രോയിഡറി ആട്ടോ വന്നേക്കുന്നത്. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേസ്റ്റൽ പീച്ച് കളർ ആട്ടോ. ബ്ലൗസ് പീസിലും ലേസ് പാറ്റേൺ വന്നിട്ടുണ്ട്. കൂടാതെ ഷാറ്റേർഡ് ആയിട്ട് ഫുൾ ത്രെഡ് വർക്ക് ആട്ടോ, സെൽഫ് ടോൺ ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രീൻ കളർ ആട്ടോ. ഇതാണ് അതിന്റെ ലേസ് പാറ്റേണിൽ വരുന്ന ബ്ലൗസ് പീസ് ആട്ടോ. നല്ലൊരു ഡാർക്ക് മസ്റ്റേർഡ് ടോൺ ആണ്. ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ. ലാസ്റ്റ് ഷെയ്ഡ് ആട്ടോ, നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ്, പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡ് ആണ്. ഇതാണ് ബ്ലൂവിന്റെ വരുന്ന ബ്ലൗസ് പീസ്. നെറ്റ് കോട്ട എന്ന് പറയുമ്പോൾ ചിലവർ സ്റ്റിഫ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. ഇത് ഒട്ടുമേ സ്റ്റിഫ് അല്ല, സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. സ്റ്റോക്ക് അവൈലബിൾ ആണ്, റെഡി ടു ഡിസ്പാച്ച് ആണ്. താങ്ക്